ഹലോ, ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഒരു ഗ്രീൻ ടീ ഒക്കെ ആയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ എത്ര പേരുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നത്? 24 മണിക്കൂറിൽ ഒരമണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കണ്ട സെൻറ്റാങ്കിൾ ആർട്ടുണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വല്ലാത്തൊരാഗ്രഹം. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് ഒട്ടും പടം വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ റെക്കോർഡൊക്കെ ഞാൻ 1000 രൂപയൊക്കെ കൊടുത്ത് വരപ്പിച്ചിട്ടുള്ള കാലമുണ്ട്, +2 റെക്കോർഡൊക്കെ. അപ്പം അന്ന് ഞാനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, ഞാനത് വേറെ ആൾക്കാരെ കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ചെറുതായിട്ട് എനിക്ക് വരയ്ക്കാനുള്ളൊരു കഴിവുണ്ടെന്ന്. അന്ന് ആ റെക്കോർഡൊക്കെ എനിക്ക് തന്നെ വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. പോയത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി വരാനുള്ളത് നമുക്ക് നോക്കാം. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോഴത്തേക്കും കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ധൃതി പിടിച്ച് ഒരു വരയായിരുന്നു വരച്ചത്. അതിലറിയാനും ഉണ്ട്, ആദ്യം തന്നെ തെറ്റിപ്പോയി. എനിക്ക് ഒരല്പം വെപ്രാളം കൂടുതലാണ്. നമ്മൾ ഈ സെൻറ്റാങ്കിൾ, ഡൂഡിൽ ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ ഒരു സ്ഥലത്തിരുന്ന് വേണം വരയ്ക്കാനായിട്ട്. ഞാനത് അവനെയും വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. നല്ലപോലെ തെറ്റുകയും ചെയ്തു. അന്നത്തെ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. പിന്നീട് ഒരിക്കലേക്ക് മാറ്റിവെച്ചു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കുറച്ചായിട്ട് വരച്ച് നോക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആക്കിയ ശേഷം ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കുകയും അവൻ്റെ ഫുഡ് കഴിപ്പിക്കുകയും അവനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ട് അവനെ ഞാൻ ഉറക്കിയ ശേഷം പതിയെ ക്ലീനിങ് പരിപാടിയിലേക്ക് തുടങ്ങി. വീടാകെ പൊടി പിടിച്ച് ചിലന്തി വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ്. ഈ വോളിരിക്കുന്നതെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ കലാവിരുതാണ്. പുള്ളി ഒരു ഡിഫൻസുകാരനാണ്. പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ചെറിയൊരു പ്രചോദനം ഉണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് ഇത്രയും സമയം മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ ചെയ്യുന്ന വർക്ക് നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അതെന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ വർക്കാണെങ്കിൽ കൂടെ അത് ടൈം എടുത്ത് കറക്റ്റായിട്ട് അത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ നോക്കി നിന്നു പോകും, കുറച്ച് ടൈം എടുക്കും, പക്ഷേ എൻ്റെ റിസൾട്ട് പൊളിയാണ് കേട്ടോ. ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും റോഡ് കൺസ്ട്രക്ഷനും ഒക്കെ നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയുണ്ട്. ഒരു ദിവസം തന്നെ അത്യാവശ്യം നല്ലതുപോലെ പൊടി അടിച്ച് കയറി എല്ലാത്തിലും നാശമാവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് വൃത്തിയാക്കിയില്ലെങ്കിൽ അലർജി ഉണ്ട്, തുമ്മൽ സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ വീടും അലമ്പായിട്ട് തന്നെ ഇരിക്കും. എവിടെ തൊട്ടാലും പൊടി വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാ പൊടികളൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം ബാക്കി ക്ലീനിങ് പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്യണം. അവൻ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അലമ്പായിട്ടൊക്കെ കിടക്കും. കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ എത്ര ക്ലീനാക്കിയതിൻ്റെ പുറകിന് തന്നെ അത് അലമ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ചെയ്യാനുള്ള ശ്രമത്തിൽ അത് ഞാൻ പരാജയപ്പെട്ടു. അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല മഴ, നമ്മുടെ നാട്ടിലേക്കൂട്ട് ചറപറ പെയ്യുന്നില്ല, അത്യാവശ്യം നല്ല നനയാനായിട്ടുള്ള മഴ പെയ്തു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഒരു കോഫി ഇട്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോയിട്ട് വന്നു. ഞാൻ അപ്പോഴത്തേക്കും കോഫി ഇട്ടു. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇതുപോലത്തെ 2 രൂപ പാക്കറ്റിലെ കോഫി പൗഡറാണ് വാങ്ങിക്കുന്നത്. എന്നും കോഫി കുടിക്കാറില്ല. അപ്പം കോഫി വാങ്ങിക്കുന്ന സമയത്ത് അതാണ് ചെയ്യുന്നത്. ഏട്ടൻ പോയിട്ട് വന്നപ്പം അവിടുന്ന് ഉഴുന്നുവട വാങ്ങിച്ചിട്ട് വന്നു, മലയാളി കടയിൽ നിന്ന്. ഈ ഉഴുന്നുവട കണ്ടപ്പം ഞാൻ പറഞ്ഞു, അയ്യേ ഇതെന്തോ ഇങ്ങനെ, ഇത് കൊള്ളത്തില്ലായിരിക്കുന്നു. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പാക്കറ്റ് വന്നാലും നമ്മൾ വെളിയിലൊക്കെ നിൽക്കുമ്പം ഇതൊക്കെ കിട്ടുമ്പം ചെറിയൊരു സന്തോഷമുണ്ട്. പിന്നെ വിചാരിച്ച് നമുക്കെന്താ വീട്ടിലുണ്ടാക്കിയാലെന്ന്. പക്ഷെ മെനക്കെടാൻ വയ്യല്ലോ. അത് കഴിഞ്ഞ് ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കവറൊന്ന് പൊളിച്ച് നോക്കിയപ്പോഴാണ് അതിനകത്തിൽ ചൂരമീൻ ഇരിക്കുന്നത്, തേങ്ങ, അതുപോലെ തന്നെ അപ്പം പൊടി. അപ്പം മീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കച്ചീനി ഇരിപ്പുണ്ട്, അതൊന്ന് വേവിക്കാമെന്ന്. മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചീനിയും കൂടെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചു. പിന്നെ മീൻ കറിക്കും കപ്പയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്.
ഇതെല്ലാം ഒന്ന് അടുപ്പിച്ച് കൂട്ടി വെക്കുമ്പം നമ്മുടെ ജോലി കുറച്ച് എളുപ്പമാണ്. പിന്നീടാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, ചീനി വേവിക്കാനായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഒരു കുക്കറിലോട്ട് പെട്ടെന്ന് ചീനി വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരൽപ്പം കുഴഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലാണെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തെ വാട്ടക്കപ്പം എടുത്ത് പരിചയമില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണ്? കുഴഞ്ഞിട്ടാണോ അതോ അതിൻ്റെ പീസായിട്ടുള്ളത് ഇങ്ങനെ ഗ്രേവി ഇട്ടിട്ട് എടുക്കുകയാണോ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ഞാനൊരല്പം കുഴച്ച രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. നാട്ടിലുള്ളപ്പം അമ്മമാരൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. ഇനി മീൻകറി വെക്കാനുള്ള തത്രപ്പാടിലാണ്. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. എല്ലാവരും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മീൻകറി വെച്ചത്. ഈ ചട്ടി കറിച്ചട്ടിയാണ്. ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളുടെ ചട്ടി പൊട്ടിപ്പോയി. ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം പുതിയൊരു ചട്ടി വാങ്ങിക്കാനായിട്ട്. അങ്ങനെ മീൻകറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാ തിരുമ്മലാണ് പരിപാടി. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ചിരവ. 10 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു ചിരവയാണ്. ഇത് ഉപയോഗിക്കും. മറ്റേ നമ്മളിങ്ങനെ സ്ലാബിൽ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ ഈ സ്ലാബിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൈച്ചിരവ ഉപയോഗിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നത്, ഇടയ്ക്കൊരു പാഴ്സൽ വന്നു, അത് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു ഡ്രസ്സ് മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാം. ആദ്യമേ ഞാൻ ഈ ബ്ലൂ ആയിരുന്നു, പിന്നെ ഞാൻ ബ്ലാക്കായി, പിന്നെയും ബ്ലൂ ആയി. അങ്ങനെ ചീനിയിലേക്ക് അരപ്പൊക്കെ ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ കുക്കറിൽ എനിക്കൊരു വാങ്ങില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു വിസ്താരമുള്ള ഒരു ചരുവ എടുത്തിട്ട് അതിലോട്ട് നന്നായിട്ടൊന്നിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ കപ്പ റെഡി. അപ്പോൾ ഇന്നത്തെ ഊണ് ഇത്രയായിരുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും ഊണ് കഴിക്കുന്നത്. അപ്പം ഫാമിലിയായിട്ട് ഊണൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് മേലൊക്കെ കഴിയിച്ച് ഇനി ഉറങ്ങാനുള്ള ടൈമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവനങ്ങ് ആക്റ്റീവാകും. പിന്നെ ഒരു മണിക്കൂർ അവിടെ തകൃതിയായിട്ടുള്ള കളിയാണ്. അതിനുശേഷമാണ് പിന്നെ ഉറക്കം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.